ആദ്യം കൊടിക്കുന്നിലെ വീട്ടിന്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡ് നന്നാക്കാൻ പറ, ബാക്കി പിന്നെ അപ്പൊ BJP സർക്കാർ ഇല്ലാതാവാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുജനങ്ങളായ ഞങ്ങളെ പോലുള്ള അഭിപ്രായം. നമുക്ക് BJP താല്പര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ അരുൺകുമാറായി കാരണം ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. അതോ BJP അരുൺകുമാറായിരിക്കും. 89 തൊട്ട് കൊടിക്കുന്നിൽ ഇവിടുത്തെ MP അതന്നെ. അതുകൊണ്ട് അവന് പോക്കറ്റ് കിട്ടുന്നല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ഗുണമില്ല. വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ജയിക്കുന്നത്. ഇനി ഒരു ചെറുപ്പക്കാരൻ ജയിച്ചു കയറണം. പ്രസ് വൺ ടിവിയുടെ ഇലക്ഷൻ പര്യടനം ഇന്നിപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമായ കൊട്ടാരക്കരയിലാണ്. 1962 മാവേലിക്കര ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുന്നത്. 2008 ഡീലിമിറ്റേഷൻ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും 1962 മുതൽ ചരിത്രം പരിശോധിക്കുമ്പോഴത്തേക്കും ഒരേ ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ അതേ ഇടതു പാർട്ടികളുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. അത് 2004 CS സുജാതയാണ് മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തല പരാജയപ്പെടുത്തിയത്. അതിനു മുൻപോ അതിനു ശേഷമോ ഇടതു പാർട്ടികളുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടില്ല മാവേലിക്കരയിൽ. ഇത്തവണ ആ ചരിത്രം CA അരുൺകുമാർ തിരുത്തുമോ ഇല്ല നമുക്കറിയാനുള്ളത്. നമുക്ക് എന്തായാലും കൊട്ടാരക്കരയിലെ ജനങ്ങളോട് ചോദിച്ചെന്നെ അറിയാം ആർക്കായിരിക്കും സാധ്യതകൾ കൂടുതലെന്ന്. കൊടിക്കുന്നിൽ സുരേഷിനാണോ അതോ CA അരുൺകുമാറിനാണോ എന്ന്. പുതിയ ആൾക്കാർ വന്നെങ്കിൽ പുതിയ കാര്യങ്ങൾ നടക്കും. 89 തൊട്ട് കൊടിക്കുന്നിൽ ഇവിടുത്തെ MP അതന്നെ. അതുകൊണ്ട് അവന് പോക്കറ്റ് കിട്ടുന്നല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ഗുണമില്ല. അത് മാത്രമല്ല, ഒരാൾ തന്നെ ഒരു കസേര എടുത്തിട്ട് കാര്യമില്ല. പുതിയ തലമുറയിൽ പുതിയ ആൾക്കാർ വന്നെങ്കിലേ പുതിയ ചിന്താഗതി ഉണ്ടാക്കുള്ളൂ. ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആണല്ലോ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥി അരുൺകുമാർ ചെറുപ്പക്കാരനാണ്. അവൻ അഡ്വക്കേറ്റാണ്. തീർച്ചയായിട്ടും അവന് ഈ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ കൂടുതൽ മുൻഗണന കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജനങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. സാമ്പത്തികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് കേരളം. അതുകൊണ്ട് ഈ പ്രാവശ്യം ജനങ്ങളെ മനസ്സിലാക്കി വോട്ട് ചെയ്യുക, അതാണ് നമുക്ക് പറയാനുള്ളത്. 89 തൊട്ട് പലപ്പോഴായിട്ട് കൊടിക്കുന്നിലാണ്. ആദ്യം അടൂരായിരുന്നു. അടൂര് പിന്നെ 2008 തൊട്ട് മാവേലിക്കര കൂടെ കൊട്ടാരക്കര. കൊട്ടാരക്കര എപ്പോഴും മാറിയിട്ടില്ല. ഇല്ല. അപ്പൊ കൊടിക്കുന്നിലാണ് തുടച്ചത്. ഒരു തവണ മാത്രമേ തോറ്റിട്ടുള്ളൂ 2004. കൊടിക്കുന്നില് എല്ലാരും ജയിച്ച് പോയിട്ടേ ഉള്ളൂ. അന്ന് നമ്മളെ പോലുള്ള ഭാഗങ്ങളെ ഞങ്ങളെ പോലെ ഭാഗപ്പെട്ടവരെ അവർ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അമേരിക്കയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനെ കുറിച്ചൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. കൊടിക്കുന്നിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്? വെടിക്കുന്നതിന് ലാസ്റ്റ് ഘട്ടത്തിലാണ് വെടിപൊട്ടിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ വെടിപൊട്ടിക്കുന്നു. ആദ്യം പുള്ളി ഉണ്ടാകാതിരിക്കും. അവസാന കാലഘട്ടം വരുമ്പം അവിടെ പൊട്ടുന്ന കിണാകുണാന്തരൂപ കാണും. അത്രേ ഉള്ളൂ, പരിപാടിയൊന്നുമില്ല. 89 തൊട്ട് പലപ്പോഴായിട്ട് കൊടിക്കുന്നിലാണ്. ആദ്യം അടൂരായിരുന്നു, പിന്നെ ഡീലിമിറ്റേഷൻ, പിന്നെ മാവേലിക്കരയായി. അപ്പോഴെല്ലാം കൊട്ടാരക്കര മണ്ഡലം എപ്പോഴും കൊടിക്കുന്നിന്റെ കൂടെ തന്നെയാണ്. ഇപ്പൊ 2004 ഒരു തവണ തോറ്റു, പിന്നെ 98 തോറ്റു. അതല്ലാതെ കൊടിക്കുന്നിൽ തോറ്റിട്ടില്ല. ഇപ്പൊ മണ്ഡലത്തിൽ ഇത്ര ഏകദേശം 30 വർഷത്തോളമാണ് പറയാം. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വരുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് രാഷ്ട്രീയം വ്യക്തമായിട്ട് രാഷ്ട്രീയമൊന്നും ഇല്ല. നമുക്കൊന്നും പറയാനും പറ്റില്ല. ചേട്ടൻ അഭിപ്രായത്തില്ല. ആദ്യം കൊടിക്കുന്നിലെ വീട്ടിന്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡ് നന്നാക്കാൻ പറ, ബാക്കി പിന്നെ അത് മാത്രം നന്നാക്കിയാൽ കൊടിക്കുന്നിനെ സംബന്ധിച്ചാൽ ആ റോഡ് പോലും നന്നാക്കാൻ പറ്റും. ഞങ്ങൾക്കൊന്നും അഭിപ്രായം ഇല്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്ന് തന്നെ താല്പര്യം ഇല്ല. അത് അത്രയ്ക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പുതിയ പയ്യനെ കുറിച്ച്, അരുൺകുമാറിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്? അതിനെ കുറിച്ച് ഞങ്ങൾ കണ്ടു തുടങ്ങിയില്ലേ ഉള്ളൂ. പിന്നീടല്ലേ അറിയാൻ പറ്റും. പുള്ളിക്കാരന്റെ കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു മാറ്റം പറഞ്ഞുണ്ട്. പുതിയ തലമുറകൾ വരണം. പഴയ ആളുകൾ തന്നെ സ്ഥിരമായി നിൽക്കുന്നതൊക്കെ നല്ലത്. പുതിയ തലമുറകൾ വരണം. ചെറുപ്പക്കാർ ഏത് പാർട്ടിയിലായി പുതിയ ആളുകളെ കൊണ്ടുവരണം. പുതിയ കോൺഗ്രസിനകത്ത് എപ്പോഴും കൊടുക്കുന്നതേ ഉള്ളൂ. വേറെ ആരും ഇല്ലയെന്നാണ് തോന്നുന്നു. സ്വാഗതപ്രസംഗം നടന്ന ഒരിക്കലും തീരത്തില്ല. സമരം നടന്ന സ്വാഗതപ്രസംഗം തീരത്തില്ല. കാര്യം ആ പ്രവർത്തകര് അവരിട്ടവര് തന്നെ സ്വാഗതം പറയാൻ ഇങ്ങനെ കിടക്കുക. ഒരാൾ പറഞ്ഞില്ലേ പ്രശ്നമാണ്. ചാൻസ് കൽപ്പിക്കുന്നു. കൊടിക്കുന്നിൽ 89 തൊട്ട് തുടർച്ചയായിട്ട് കൊടിക്കുന്നിലാണ്. 2 തവണ മാത്രമേ പുള്ളി തോറ്റിട്ടുള്ളൂ. അപ്പം പിന്നെ അടൂരായിരുന്നു ആദ്യമേ, പിന്നെ മാവേലിക്കരയായി. മറ്റേ സ്ഥാനാർത്ഥിയെ പറ്റി ആൾക്കാർക്ക് അറിയത്തില്ല. മാവേലിക്കരിക്കുന്ന വന്ന് പുതിയതായിട്ട് നിൽക്കുകയല്ലേ. ജനങ്ങൾ ആട്ടയ്ക്കകത്ത് കയറുന്ന ആർക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ കൊടിക്കുന്നിൽ ചെയ്യൂ എന്നാ പറയുന്നത്.
കൊടിക്കുന്നിൽ തന്നെ വീണ്ടും കയറി വരാൻ സാധ്യത ചാൻസ് ഉറപ്പ് പറയാറായിട്ടില്ല. ചാൻസ് ഉണ്ട്. ഇല്ല, ആര് ജയിച്ചാലും ഇവിടെ ഒരു ഗുണവുമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു റോഡില്ല, ഒരു ഗുണവുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ MP ഉണ്ടായിരുന്നു, 5 വർഷം MP എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ചെയ്തില്ല. ജയിക്കോ നോക്കിയോ അവരുടെ ഇഷ്ടം, വോട്ട് പിടിച്ചാൽ ഞങ്ങളാരും വോട്ട് ചെയ്തില്ല. 89 തൊട്ട് പുള്ളി ഇവിടുത്തെ MP ആണ് കൊട്ടാരക്കരയില്. ആണല്ലോ 2 തവണയാണ് പുള്ളി തോറ്റത്. സമ്മതിച്ചല്ലോ, 35 വർഷം കൃഷി കുടിയോ. ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി ഇവരെ ഒക്കത്തില്ല ഇതാക്കപ്പാ. പക്ഷെ പുള്ളി വീണ്ടും ജയിക്കുവാണല്ലോ. ജയിക്കാന്ന് നോക്കുന്ന വിഷയമല്ല. ഇപ്പൊ ഇരുന്നൂറ് തന്ന ഉണ്ടാക്കിയ മുമ്പേ പറ, പിന്നെ ബാക്കിയുള്ള കാര്യം പറ. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇടതുപക്ഷത്തിന്റെ അരുൺകുമാറായി അരുൺകുമാറായിരിക്കും കാരണം ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നത്. 89 തൊട്ട് കൊടിക്കുന്നിലാണ്. അതെ. ഇടയ്ക്ക് 98-ലും 2004 തോറ്റുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിക്കുന്നിലാണ്. അതെ, കൊടിക്കുന്നിൽ ലീഡ് ചെയ്യുന്ന മണ്ഡലമാണ്. ഇത്തവണ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മണ്ഡലത്തിൽ പോലും കാണാനില്ല. അങ്ങനെ ഒരു പൊതുവിൽ അവരുടെ പ്രവർത്തകർക്ക് തന്നെ ഉണ്ട് അഭിപ്രായം, പൊതുജനങ്ങൾക്ക് മൊത്തം. ഇത്തവണ ഒരു യുവ ആൾക്കാർ പോട്ടെ എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. കൊടിക്കുന്നിലായിരിക്കോ അരുൺകുമാറായിരിക്കോ അത് കലാശാല മാവേലിക്കര മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ വരാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പ്രവർത്തനത്തിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ കൊടിക്കുന്നിലാണ് സാധ്യത ഞാൻ കാണുന്നത്. 89 തൊട്ട് തുടർച്ചയായിട്ട് കൊടിക്കുന്നിലാണ്. ഇടയ്ക്ക് 2 തവണ 2004, 98 മാത്രമാണ് പുള്ളി പരാജയപ്പെട്ടത്. അതെ, ആ തുടർച്ചയായിട്ട് വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നല്ല പ്രവൃത്തി ചെയ്യുന്നു എന്നാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളതാണല്ലോ. തുടർച്ചയായിട്ട് വരുന്നതിന്റെ കാര്യം അതാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് ഇവിടെ പലരും രാഷ്ട്രീയം നോക്കാതെ തന്നെ കൊടിക്കുന്നിൽ വോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജയിക്കുന്നത്. ഈ പ്രാവശ്യവും ജയിക്കും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജയിക്കുമെന്ന്. 89 തൊട്ട് കൊടുക്കുന്നിലാണ് കൊട്ടാരക്കര MP. 2004, 98 മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇഷ്ടമുള്ളൊരു മാറ്റം വരാൻ താല്പര്യമുള്ള കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്. താല്പര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ നമുക്ക് വോട്ടിടുന്ന ആരും പറയാൻ പറ്റില്ല. കൊടിക്കുന്നിലെ പെർഫോമൻസിനെ കുറിച്ച് എങ്ങനെ അഭിപ്രായം? MP എന്ന നിലയിൽ പുള്ളി അങ്ങനെ നല്ല സ്വഭാവമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുവോ. പിന്നെ ഓരോരുത്തർ അഭിപ്രായം. ഇവിടെ 1000 വോട്ട് പിടിച്ചാൽ പിടിക്കും. ഇവിടെ അരുൺകുമാറും കൊടുക്കുന്നതുമായിട്ട് മത്സരം. അരുൺകുമാർ ആയിരിക്കും അത് ആർക്കായിരിക്കും മുൻതൂക്കം? ആർക്കായിരിക്കും മുൻതൂക്കം? കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ അപേക്ഷിച്ച് മിക്കവാറും UDF-നായിരിക്കും. കഴിഞ്ഞ 89 തൊട്ട് കൊടുക്കുന്നിലാണ്. അതെ. അപ്പം കൊടുക്കുന്നതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അല്ല, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് MP എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിലേക്കല്ലേ ഇലക്ഷൻ നടത്തുന്നത്. അതെ. അപ്പൊ BJP സർക്കാർ ഇല്ലാതാവാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുജനങ്ങളായ ഞങ്ങളെ പോലുള്ള അഭിപ്രായം. നമുക്ക് BJP താല്പര്യമില്ല. അപ്പൊ രണ്ടായാലും കുഴപ്പമില്ലല്ലോ. അരുൺകുമാറും BJP-ക്കെതിരെ തന്നെയല്ലേ? അതെ അതെ, ആര് വന്നാലും വിഷയമില്ല. അരുൺകുമാർ വന്നാലും കൊടുക്കുന്നില്ല വന്നാലും വിഷയമാണ്. പിന്നെ വോട്ട് അന്നേരം മനസ്സിൽ തോന്നുന്ന ആളിനങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ ഒരു മാസം 26-ാം തീയതി ആവുന്നുണ്ട്. തീരുമാനം എല്ലാവരും എടുത്തു കൊടുക്കുമല്ലോ വോട്ട് ചെയ്യണം. കൊടുക്കുന്നിലായിരിക്കോ അരുൺകുമാർ ആയിരിക്കോ? നിഷ്പക്ഷമായിട്ടേ പറയാൻ പറ്റുള്ളൂ. ശരി പറഞ്ഞാൽ രണ്ടുപേരും വന്നാലും കുഴപ്പമില്ല. 89 തൊട്ട് പുള്ളി MP ആണ്. മാവേലിക്കരയുടെ MP, കൊട്ടാരക്കരയുടെ MP കൊടിക്കുന്നിലാണ്. നേരത്തെ അടൂരായിരുന്നു, പിന്നെ മാവേലിക്കര ആയതാണ് കൊട്ടാരക്കര. അപ്പോൾ കൊട്ടാരക്കര MP 89 തൊട്ട് കൊടുക്കുന്നിലാണ്. ഇടയ്ക്ക് 2004, 98 മാത്രമാണ് മാറ്റം വന്നേക്കുന്നത്. അപ്പം ചിലപ്പോൾ മാറ്റം വന്നാൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇലക്ഷൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം, നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ മനസ്സുപോലെ ഇരിക്കും. അരുൺകുമാർ ആയിരിക്കും അതോ BJP? അരുൺകുമാർ ആയിരിക്കും. 89 തൊട്ട് തുടർച്ചയായിട്ട് കൊടുക്കുന്നിലാണ്. 2 തവണ മാത്രമേ പുള്ളി ഇവിടെ തോറ്റിട്ടുള്ളൂ. പുള്ളിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച്, പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രവർത്തനത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. നമുക്കെല്ലാം കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ പ്രവർത്തനത്തെ. അതുകൊണ്ടാണ് അരുൺകുമാർ ജയിക്കുന്നു പറയാം. പ്രാവശ്യം നല്ല പ്രതീക്ഷയാണ്. അതെ, ഒരു മാറ്റം ഉണ്ടാവും മാവേലിക്കര. മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സാധ്യത കാണുന്നുണ്ട്. ആർക്കായിരിക്കും? കൊടുക്കുന്നിലായിരിക്കോ കടുത്ത മനസ്സിലായിരിക്കും. ആരും പറയാവില്ല. 89 തൊട്ട് തുടർച്ചയായിട്ട് കൊടുക്കുന്നിലാണ്. മാറ്റം വരണം. മാറ്റം ഉണ്ടാവും. ഉണ്ടാവണം. ഇപ്പോഴത്തെ ഒരു നില വെച്ച് എങ്ങനെ ആയിരിക്കും? പുള്ളി അരുൺകുമാർ ഓടിയെത്തുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? എത്തുമെന്നാണ് പ്രതീക്ഷ. കൊടുക്കുന്നിൽ ജയിച്ച് തഴമ്പിച്ച മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം കൊടുക്കുന്നിൽ ജയിക്കുന്നു പറയുന്നത് അതങ്ങനെ പറയാൻ ഒക്കത്തില്ലല്ലോ. പറയാൻ ഒക്കില്ല. മാറി തിരിഞ്ഞ് വന്നോണ്ടിരിക്കും.
ഒരു മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടായേ പറ്റൂ. വർഷങ്ങൾ കൊണ്ട് അങ്ങനെയല്ലേ ജയിക്കുന്നത്. ഇനി ഒരു ചെറുപ്പക്കാരൻ ജയിച്ചു കയറണം. അയാൾക്കും ഭരണം എന്താണെന്ന് അറിയണ്ടേ. 8 വർഷമോ 9 വർഷമൊക്കെ ഒരാൾ മാത്രം ഇരുന്നാൽ ഒക്കത്തില്ല. പുതിയ ആളുകൾ വരണം. അവർ വന്നെങ്കിലല്ലേ ഒരു മാറ്റങ്ങളും മറ്റു കാര്യങ്ങളെ പറ്റി അറിയാനൊക്കെ. എന്നും ഓരോരുത്തർ തന്നെ ഭരിച്ച് പണം ഉണ്ടാക്കി ഒക്കത്തില്ല. പുതിയ തലമുറയ്ക്കും വല്ലതും നേടണ്ടേ. കൊടുക്കുന്നില്ല പെർഫോമൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പെർഫോമൻസ് ഒക്കെ ഒരു സമയത്ത് നല്ലതായിരുന്നു. ഇപ്പൊ അവരുടെ കാര്യങ്ങൾക്ക് മാത്രമുള്ള പെർഫോമൻസ് ഉള്ളൂ, മറ്റു കാര്യങ്ങളില്ല. മണ്ഡലത്തിന് കാര്യമായ ഗുണമില്ല. അവർക്കുള്ള കാര്യത്തിൽ പെർഫോമൻസ് ഭയങ്കരമാണ്. അവർക്ക് നേടാനുണ്ട്, ചെയ്തിട്ടുള്ള ഒരു സമയത്ത് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം പോരാ.